മുർഷിയ ഒരു ഡൗട്ട് വെക്കട്ടെ, നമ്മൾ ഈ വീട്ടില് കല്യാണം നടത്തുന്നതും കൺവെൻഷൻ സെന്ററിൽ കല്യാണം നടത്തുന്നതിന്റെ വ്യത്യാസം പറഞ്ഞു. അതിനെന്താ, നമ്മള് ഒരു ഫംഗ്ഷന് എങ്ങനെ ഗ്രാൻഡ് ആക്കിയിട്ട് ചെലവ് കുറച്ച് ചെയ്യാന്നാണ് നമ്മൾ ചിന്തിക്കുക അല്ലെ. അതിപ്പോ നമ്മൾ 2000+ ആൾക്കാരെ ഫംഗ്ഷന്, ഒരു കിച്ചൺ എക്യുപ്മെന്റ്സ്, അതുപോലെ തന്നെ ഡെക്കറേഷൻസ്, ഇവന്റ്സ് കാര്യങ്ങളൊക്കെ കൂടി നമ്മളൊരു ഫംഗ്ഷൻ വീട്ടിൽ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് 2 lakh rupees പുറത്തെന്തായാലും പോകും അല്ലെ. അത് നമ്മൾ കൺവെൻഷൻ സെന്ററിലൊക്കെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1/3 എമൗണ്ട് നമുക്ക് വരുന്നുള്ളൂ. അതായത് ഒരു 60K 60,000 രൂപക്കുള്ളിൽ നമുക്ക് ഈ കണ്ട ഫെസിലിറ്റീസ് ഒക്കെ കിട്ടുന്നുണ്ട്. അതിന് പുറമെ നമുക്ക് 600 പരം ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന പുഷ് ബാക്ക് സീറ്റ്സ്, അതുപോലെ 400 ആൾക്കാർ അറ്റ് എ ടൈമിൽ ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഡൈനിങ് ഏരിയാസ്, പിന്നെ ഒരു 100-120 ആൾക്കാർ അറ്റ് എ ടൈമിൽ പാർക്ക് ചെയ്യാൻ കഴിയുന്ന വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം ഉണ്ട്. അതുപോലെ തന്നെയാണ് നമ്മളുടെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റുന്ന ലാൻഡ്സ്കേപ്പ് സൗകര്യങ്ങൾ നമ്മളിവിടെ അവൈലബിൾ ആണ്. അതുകൊണ്ടാണ് മെയിനായിട്ട് കൺവെൻഷൻ സെന്റർ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.